10 വർഷത്തിലേറെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് തെക്കുംപറമ്പത്ത് നാരായണൻ നമ്പൂതിരിയെ തേടി ഗുരുവായൂരപ്പന്റെ വിളിയെത്തിയത്. ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്ന് നിയുക്ത മേൽശാന്തി പറഞ്ഞു. നറുക്കെടുപ്പിന് ശേഷം ക്ഷേത്രത്തിന് പുറത്തെത്തി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അതീവ സന്തോഷത്തോടെയും ഭക്തിയോടെയുമാണ് അദ്ദേഹം തന്റെ പ്രതികരണം അറിയിച്ചത്. ഭഗവാനെ സേവിക്കാൻ ലഭിച്ച പുണ്യനിയോഗമാണിത്. ഭഗവാനെ സേവിക്കണമെന്നത് കാലങ്ങളായുള്ള വലിയൊരാഗ്രഹമായിരുന്നു. 20-ലധികം തവണ മേൽശാന്തി സ്ഥാനത്തിനായി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ആ പുണ്യനിയോഗം തന്നെ തേടിയെത്തിയത്. ഈ ഭാഗ്യത്തിന് പിന്നിൽ അച്ഛനമ്മമാരുടെയും ഗുരുക്കന്മാരുടെയും പൂർണ്ണമായ അനുഗ്രഹമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗുരുവായൂരപ്പനെ അനുഗ്രഹിച്ചതിൽ വലിയ സന്തോഷം. ഗുരുനാഥന്മാരുടെയും അച്ഛനമ്മമാരുടെയും ഞാനിപ്പോൾ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിലെ മഹാദേവന്റെയും ഗുരുവായൂരപ്പൻ്റെയൊക്കെ വലിയ അനുഗ്രഹം. അതുകൂടാതെ അച്ഛൻ കുറേ വർഷം ഇളന്തിരുത്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്നു. ആ അച്ഛൻ്റെയും ആ മഹാവിഷ്ണു ഭഗവാന്റെയൊക്കെ അനുഗ്രഹമായിട്ടാണ് ഈ ഒരു ഭാഗ്യം കൈവന്നതെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അച്ഛനമ്മമാരുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം. അച്ഛൻ വാസുദേവൻ നമ്പൂതിരിയിൽ നിന്നാണ് പൂജാവിധികൾ അഭ്യസിച്ചത്. ആത്മീയ കാര്യങ്ങളിൽ സജീവമായ അദ്ദേഹം ഭാഗവത സപ്താഹങ്ങളിലും സ്ഥിരമായി പങ്കെടുക്കാറുണ്ട്. ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിലും ശബരിമലയിലും മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇനി വ്രതശുദ്ധിയോടെയുള്ള പുതിയ തുടക്കമാണ്. ചിട്ടയായ വ്രതാനുഷ്ഠാനങ്ങളോടെ ക്ഷേത്രത്തിനകത്ത് 12 ദിവസം ഭജനമിരുന്ന ശേഷമാകും അദ്ദേഹം ഔദ്യോഗികമായി ചുമതലയേൽക്കുക. പുറം ലോകവുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് പൂർണ്ണമായും ക്ഷേത്രത്തിനകത്ത് തന്നെ കഴിഞ്ഞുവേണം ഭഗവാനെ സേവിക്കാൻ. ക്ഷേത്രമൂരാളിൽ നിന്നോ അടയാളമായോ താക്കോൽക്കൂട്ടം ഏറ്റുവാങ്ങി ശ്രീലകത്ത് കയറി ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നതോടെ ഭഗവത് സേവയിൽ അദ്ദേഹം വ്യാപൃതനാകും.